ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് ഭരണഘടന എന്നുള്ളത് പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, ഭരണഘടനയുടെ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ ചുമതലകൾ എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞു, അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ആധികാരികത പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നുള്ളതും പറഞ്ഞു. ഇന്ന് നമ്മൾ ഈ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പറയേണ്ടായി ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് ആശയങ്ങൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ കടമെടുത്ത ആശയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമതായി പറയുന്നത്. അപ്പൊ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. പിന്നെ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ബോറോഡ് ഫ്രം അതർ കോൺസ്റ്റിറ്റ്യൂഷൻ, മറ്റു ഭരണഘടനകളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് പറയുന്നത്. ഈ കടമെടുത്ത ആശയങ്ങൾ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് ആദ്യം നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, എന്താണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം 1946 ഡിസംബറിലാണ് അവതരിപ്പിക്കുന്നത്. 1946 ഡിസംബറിലാണ് ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിച്ചത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന പ്രമേയമാണ് ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത് 1946 ഡിസംബറിൽ. 1946 ഡിസംബറിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഭരണഘടനയ്ക്ക് ആധാരമായിട്ടുള്ള മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതില് ഭരണഘടനയ്ക്ക് പശ്ചാത്തലമാകേണ്ട അഭിലാഷങ്ങളുടെയും അതേപോലെ തന്നെ മൂല്യങ്ങളുടെ ഒരു സാരാംശമാണ് ഈ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം എന്ന് പറയുന്നത്. ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കി നമ്മുടെ ഭരണഘടന സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം എന്നിവയ്ക്കും നാഗരിക സ്വത്വത്തിനും സ്ഥാപനവൽകൃത ആവിഷ്കാരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു, ഇതിലെ പ്രധാന ഇനങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. മേജർ കണ്ടന്റ് ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒന്നാമത്തെ പറയുന്നത് ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. ഇന്ത്യ ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സോവറിൻ റിപ്പബ്ലിക്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് ഇന്ത്യ വകയായിരുന്ന പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെടാത്തതും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള മറ്റ് പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട്, രണ്ടാമത്തെ കണ്ടന്റ് ആയിട്ട് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വകയായിരുന്ന പ്രദേശങ്ങളും ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെടാത്തതും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ പ്രദേശങ്ങളുടെയും ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയനിൽ പെട്ട പ്രദേശങ്ങൾ സ്വയംഭരണ അധികാരമുള്ളവയായിരിക്കും. യൂണിയനിൽ നിക്ഷിപ്തമാകപ്പെടുന്ന കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളിൽ അവ ഒരു ഗവൺമെന്റ് ആയി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ പെട്ട പ്രദേശങ്ങൾ സ്വയംഭരണ അധികാരങ്ങളുള്ളവയായിരിക്കും. അവ ഒരു ഗവൺമെന്റ് ആയി പ്രവർത്തിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കും. അതാണ് അടുത്തൊരു കാര്യം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിന്റെ ഭരണഘടനയുടെയും എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അടുത്തത് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പാക്കണം. പദവി സമത്വത്തിനും അവസര സമത്വത്തിനും നിയമത്തിന് മുന്നിൽ സമത്വത്തിനും ഉറപ്പു നൽകണം. അപ്പൊ എന്തൊക്കെ സമത്വമാണ്? നീതി ഉറപ്പാക്കണം, പദവി സമത്വം, അവസര സമത്വം, നിയമത്തിന് മുന്നിലുള്ള സമത്വം ഉറപ്പുവരുത്തണം. നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി പ്രസംഗത്തിനും അഭിപ്രായ പ്രകടനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കും
തൊഴിലിനും സംഘടിച്ച് പ്രവർത്തിക്കാനുമുള്ള മൗലിക സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പാക്കണം. അപ്പോൾ നീതി ഉറപ്പാക്കണം, സമത്വം ഉറപ്പാക്കണം, സ്വാതന്ത്ര്യം. എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്? പ്രസംഗത്തിനും അഭിപ്രായ പ്രകടനത്തിനും വിശ്വാസത്തിനും ആരാധനയ്ക്കും തൊഴിലിനും സംഘടിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പിന്നെ പറയുന്നത് ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്രവർഗ പ്രദേശങ്ങൾ, അധസ്ഥിതർ, മറ്റു പിന്നോക്ക വർഗങ്ങൾ എന്നിവയ്ക്ക് വേണ്ട സംരക്ഷണം നൽകണം. അതാണ് അടുത്തൊരു കാര്യം. എന്തൊക്കെയാണ്? ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക ഗോത്ര വർഗ പ്രദേശങ്ങൾ, അധസ്ഥിതർ, മറ്റ് പിന്നോക്ക വർഗങ്ങൾ, SC ST കാരൊക്കെയാണ് അതിൽ വരുന്നത്. അവർക്കെല്ലാം തന്നെ വേണ്ട സംരക്ഷണം നൽകുക. മൈനോറിറ്റീസ്, ബാക്ക്വേർഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്, അതർ ഡിപ്രൈവ്ഡ് ക്ലാസസ്, എല്ലാവർക്കും വേണ്ട സേഫ് ഗാർഡ് പ്രൊവൈഡ് ചെയ്യുക, വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഭൂമി, കടൽ, ആകാശം എന്നിവന്മേൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള പ്രദേശപരമായ അഖണ്ഡതയും പരമാധികാരവും നാഗരിക രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമത്തിനും അനുസൃതമായി സംരക്ഷിക്കപ്പെടുക. ഭൂമി, ആകാശം, കടൽ എന്നിവയുടെ മേൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള പ്രദേശപരമായ അഖണ്ഡതയും പരമാധികാരവും നാഗരിക രാഷ്ട്രങ്ങളുടെ നീതിക്കും നിയമത്തിനും അനുസൃതമായി സംരക്ഷിക്കപ്പെടണം. അതാണ് പറഞ്ഞത്. പിന്നെ അവസാനത്തെ പോയിന്റ് പറയുന്നത് മാനവരാശിയുടെ ക്ഷേമവും ലോക സമാധാനവും വളർത്താൻ ഉതകുന്ന വിധത്തില് ഈ രാജ്യം നിറഞ്ഞ മനസ്സോടും പൂർണ്ണമായും സംഭാവന ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞ എന്താണ്? ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആവണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ എല്ലാം തന്നെ ഒരു യൂണിയൻ ആയിരിക്കണം ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ യൂണിയനിൽപ്പെട്ട പ്രദേശങ്ങൾക്കെല്ലാം തന്നെ സ്വയംഭരണ അധികാരം നൽകുന്നുണ്ട്. അവിടെ ഗവൺമെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ പറയുന്നത് എല്ലാ അധികാരങ്ങളും എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? ജനങ്ങളിൽ നിന്നാണ്. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പിന്നെ പറഞ്ഞത് നീതി ഉറപ്പാക്കണം, അതേപോലെ തന്നെ സമത്വം ഉറപ്പാക്കണം, സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം. പിന്നെ പറഞ്ഞത് മൈനോറിറ്റീസ്, ബാക്ക്വേർഡ്, ട്രൈബൽ ഏരിയ, അതുപോലുള്ള മറ്റുള്ള ഡിപ്രൈവ്ഡ് ക്ലാസസിനെ എല്ലാം തന്നെ സംരക്ഷിക്കണം. ന്യൂനപക്ഷങ്ങള്, ഗോത്രവർഗ പ്രദേശങ്ങള്, അധസ്ഥിതർ, അങ്ങനെയുള്ള എല്ലാ പിന്നോക്ക വർഗങ്ങൾക്കും വേണ്ട സംരക്ഷണം നൽകുക. പിന്നെ പറഞ്ഞത് ഒരു ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രദേശപരമായ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അതുപോലെ പിന്നെ പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ലോക സമാധാനം വളർത്താൻ വേണ്ട എല്ലാ സംഭാവനയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ മേജർ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു സന്തുലിതമായ ഗവൺമെന്റ് സംവിധാനം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി മറ്റ് രാജ്യങ്ങളുടെ അനുഭവ സമ്പത്തും അവിടെ നടന്ന പരീക്ഷണങ്ങളും ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ഒട്ടേറെ വ്യവസ്ഥകളും ഒട്ടേറെ പ്രൊവിഷൻസ് ബോറോ ചെയ്തിട്ടുണ്ട്, കടമെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ ചെയ്യാനും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ആശയങ്ങളൊക്കെ അങ്ങനെ അന്ധമായി എന്താണ് അതിന്റെ ബാക്കിയുള്ള അവസ്ഥ, ഇന്ത്യക്ക് അത് അനുയോജ്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കള് ഇത് കടമെടുത്തിട്ടുള്ളത്. അങ്ങനെ അന്ധമായി അത് കടമെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. വേണ്ട മാറ്റങ്ങൾ വരുത്തി ഇന്ത്യക്ക് അത് അനുയോജ്യമാക്കുന്ന രീതിയിലാണ് ഇത്തരം ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ അതേപോലെ ഇങ്ങോട്ട് കടമെടുക്കുകയല്ല ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കള് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ആശയങ്ങളാണ് കടമെടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം, FPTP. ഇതിനെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് അറിയപ്പെടുന്നുണ്ട്. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് ആരാണോ അവര് വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നതാണ് FPTP അല്ലെങ്കിൽ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാർലമെന്ററി സിസ്റ്റം, പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നുള്ളത്
ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. റൂൾ ഓഫ് ലോ, അതാണ് മൂന്നാമത്തെ ആശയം. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നാലാമത്തെ കാര്യം റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ, സ്പീക്കറുടെ പദവിയും ചുമതലയും. പിന്നെ വരുന്നത് ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അതേപോലെ സിറ്റിസൺഷിപ്പ്, പൗരത്വം. ഇത്രയും ആശയങ്ങൾ നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതൊക്കെ ആശയങ്ങളാണ്? FPDP, പാർലമെന്ററി സിസ്റ്റം, റൂൾ ഓഫ് ലോ, റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, സിറ്റിസൺഷിപ്പ്. അങ്ങനെ 6 ആശയങ്ങളാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. FPDP, പാർലമെന്ററി സമ്പ്രദായം, നിയമവാഴ്ച, സ്പീക്കറുടെ പദവിയും ചുമതലയും, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, പൗരത്വം. ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് വരുന്നത് അമേരിക്കൻ ഭരണഘടന, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആശയങ്ങളാണ്. ഒന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. പ്രിയാമ്പിൾ, ആമുഖം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം. ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യറിയുടെ പുനരവലോകനത്തിനുള്ള അധികാരം. ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ. മൗലികാവകാശങ്ങൾ, ആമുഖം, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ജുഡീഷ്യറിയുടെ പുനരവലോകനത്തിനുള്ള അധികാരം. ഇത്രയും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നോക്കുന്നത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ 2 ആശയങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വാസി ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ അർദ്ധ ഫെഡറൽ സംവിധാനം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസിജ്വൽ പവേഴ്സ്, അവിശിഷ്ട അധികാരങ്ങൾ. 2 ആശയങ്ങളാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ളത്. ഇനി ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ള ആശയങ്ങൾ: 1 ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഈക്വാലിറ്റി സമത്വം, ഫ്രട്ടേണിറ്റി സാഹോദര്യം. അങ്ങനെ 3 ആശയങ്ങൾ എടുത്തിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പിന്നെ റിപ്പബ്ലിക് എന്നുള്ള ആശയവും ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അയർലാൻഡിന്റെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആശയമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP, നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് അയർലാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്ത ആശയം കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളതാണ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആശയമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ മൗലിക ചുമതലകൾ. അത് റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദക്ഷിണാഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ആശയമാണ് ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത ഒരു ആശയമാണ് എമർജൻസി എന്നുള്ളത്, അടിയന്തരാവസ്ഥ. അത്തരം ആശയങ്ങളൊക്കെയാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊന്നും തന്നെ അതുപോലെ ഇങ്ങെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്ത ഫെഡറൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. നമ്മൾ ഈ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഈക്വൽ പവേഴ്സ് കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആശയം എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. നമ്മൾ ഒന്നും തന്നെ അതുപോലെ കടമെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ആണ് ഇത്തരം ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഒന്നും അന്ധമായല്ല കടമെടുത്തിരിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.